ഹലോ, ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഒരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ്. നമ്മൾ ചക്ക പായസം. ചക്ക പായസം എന്ന് പറഞ്ഞാൽ അതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നതൊക്കെ. അത് നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ചട്ടിയടുപ്പ് വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരേത്തയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 4 കീറി അരിഞ്ഞത് അങ്ങനെ വേണം ഇട്ട് കൊടുക്കാൻ. അതെല്ലാം നല്ലോണം അലുത്ത് വരണം. എന്നിട്ട് അതെല്ലാം നെയ്ക്കകത്ത് പാടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസായ ചക്കപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ അതിനകത്ത് ചവ്വരി ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് വേറെ, നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നു നമുക്കറിയത്തില്ല. ചവ്വരി അമ്മ അരമണിക്കൂറിന് മുമ്പ് കുതിർക്കാൻ വെച്ചിരുന്നു. അതും അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിനകത്ത് ശർക്കര, മധുരത്തിന് ആവശ്യമുള്ള ശർക്കര, ഒരുപാട് മധുരം വേണ്ട. നമ്മൾ ചക്കയ്ക്കും ഏത്തപ്പഴത്തിനൊക്കെ മധുരമുള്ള, പിന്നെ ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടി നമ്മൾ ശർക്കര അതിലേക്ക് ഉരുക്കാതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അതിന് അഴുക്കില്ലാത്ത ശർക്കരയായിരുന്നു, അതുകൊണ്ട് ഉരുക്കാതെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ തേങ്ങ പിഴിഞ്ഞ 2ാം പാലാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാം വെന്ത് കഴിയുമ്പോൾ നമ്മൾ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 1ാം പാൽ ഒഴിച്ച് അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ നെയ്ക്കകത്ത് വരട്ടിയത് അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറിയ ജീരകമില്ല, അത് ചെറുതായിട്ട് വറുത്ത് പൊടിച്ചത് അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പായസം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ ചക്കപ്പായസം ഒന്നും അറിയത്തതേ ഇല്ല, അതേ രീതിയിലുള്ള ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും. നമ്മൾ ചക്കപ്പായസം നിങ്ങൾക്ക് ഇങ്ങനെ നല്ല കൊഴുത്ത, നമ്മൾ ഇതിനകത്ത് പിന്നെ ചവ്വരി ഒഴിച്ച് കൊടുത്തുകൊണ്ട് നല്ല കൊഴുത്തിരിക്കും. ചവ്വരി ഒഴിച്ച് തേങ്ങാപ്പാലും ഒക്കെ ചേർത്തായതുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ടാറ്റാ.